ഒറ്റപ്പെട്ട തുരുത്തിൽ ജീവിതത്തിന്റെ ഇരുകരകളിലേക്കും തുഴകളെറിഞ്ഞ് മല്ലികാമ്മയും കുടുംബവും പിന്നിട്ടത് ദുരിതത്തിന്റെ 20 ആണ്ടുകൾ. പുരയിടത്തിലേക്ക് വഴിയില്ലാത്തതിനാൽ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് ഓരോ ദിനവും ഇവർ കടന്നുപോകുന്നത്. ACV ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട്. ചാഴൂർ പഞ്ചായത്തിലെ 6ാം വാർഡായ പുറത്തൂരിലാണ് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപിൽ വർഷങ്ങളായി ഒരു കുടുംബം ഒറ്റപ്പെട്ട് കഴിയുന്നത്. കൊപ്പറമ്പിൽ വീട്ടിൽ 62-കാരിയായ മല്ലിക സുബ്രഹ്മണ്യനും മക്കളുമാണ് കണ്ണീര് പറ്റാത്ത തുരുത്തിൽ ജീവിതം ഉന്തി നീക്കുന്നത്. 20 വർഷം മുമ്പാണ് മല്ലികാമ്മയുടെ ഭർത്താവ് സുബ്രഹ്മണ്യൻ റോഡരികിലുണ്ടായിരുന്ന വീടും പുരയിടവും വിറ്റ് ജയന്തിപ്പടവ് പാടാശേഖരത്തിലെ 14 സെന്റ് സ്ഥലം വാങ്ങിയത്. അന്നു മുതൽ ഈ കുടുംബത്തിന്റെ ദുരിതവും തുടങ്ങി. തന്റെ ഭർത്താവിനെ വഞ്ചിച്ചാണ് പ്രദേശവാസി തങ്ങളുടെ സ്ഥലം കൈയടക്കി ജയന്തിപ്പടവ് കൊൾപ്പടവിലുള്ള ഈ സ്ഥലം നൽകിയതെന്ന് മല്ലികാമ്മ പറയുന്നു. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട് വിറ്റിട്ട് ഇവിടെ വന്ന് താമസിച്ചത്. അപ്പൊ ഞങ്ങളുടെ പറമ്പ് ഞങ്ങളുടെ സ്ഥലം മേടിച്ചവരും ഞങ്ങൾക്ക് അയാളുടെ സ്ഥലമാണിത്. 17 സെന്റ് സ്ഥലം, 14 സെന്റ് സ്ഥലം. അത് ഞങ്ങളുടെ എന്റെയും ഭർത്താവിന്റെ പേരിൽ 7 സെന്റ് തന്നു. അത് ഞാൻ എന്റെ മോനെ അറിയില്ല ഈ സ്ഥലം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് അയാള് ഭർത്താവിനോട് പറഞ്ഞിട്ടാണ് ഈ സ്ഥലം ഭർത്താവിനെ കുടുക്കിയിട്ടുള്ളത്. ചതി തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിയിരുന്നു. മല്ലികാമ്മ ക്യാൻസറിന്റെ പിടിയിലായത് ഈ കുടുംബത്തിന്റെ ദുരിതത്തിന് ആക്കം കൂട്ടി. ക്യാൻസർ മൂലം ഒരു സ്ഥലം നീക്കം ചെയ്തു. പിന്നീട് തൈറോയിഡും ഗർഭാശയവും നീക്കം ചെയ്യേണ്ടി വന്നു. ഭർത്താവിന്റെ അകാല മരണവും കൂടിയായതോടെ ഈ കുടുംബത്തെ തീരാ ദുരിതത്തിലാക്കി. വർഷത്തിൽ പകുതിയിലധികം സമയവും ഇവരുടെ വീടും പരിസരവും വെള്ളത്തിൽ ചുറ്റപ്പെട്ട സ്ഥിതിയിലാണുള്ളത്. ഇവരുടെ 14 സെന്റ് ഭൂമിയിലേക്ക് കടക്കാൻ വഴിയില്ലാത്തതാണ് ഈ കുടുംബം നേരിടുന്ന പ്രതിസന്ധി. മകളെ പ്രസവവേദനയോടെ അരയ്ക്കൊപ്പം വെള്ളത്തിലൂടെ നടത്തി അക്കരയെത്തിച്ചത് ഓർക്കുമ്പോൾ ഈ അമ്മയുടെ കണ്ണുകൾ ഇപ്പോഴും നിറയും. മകനുള്ളതിനാൽ സർക്കാരിന്റെ സഹായങ്ങൾ ലഭിക്കുന്നതിന് തടസ്സങ്ങൾ അനവധിയാണുള്ളതെന്ന് മല്ലികാമ്മ പറയുന്നു. മകളെ വിവാഹം കഴിച്ചയച്ചെങ്കിലും ഇവരുടെ മകനും മരുമകളും കൊച്ചുമക്കളും ഇവർക്കൊപ്പമാണ്. കനത്ത മഴ പെയ്താൽ വീടിനകത്തേക്കും വെള്ളം കയറും. പിന്നീട് വെള്ളം താഴുന്നതുവരെ അടുത്തുള്ള സ്കൂളിലും ബന്ധുക്കളുടെ വീട്ടിലുമാണ് ഈ കുടുംബത്തിന്റെ താമസം. വീട്ടിലുള്ള കിണറിൽ ഉപ്പുവെള്ളമായതിനാൽ വഞ്ചി തുഴഞ്ഞ് അക്കരെ പോയാണ് വെള്ളം കൊണ്ടുവരുന്നത്. എന്ത് കാര്യത്തിനും അക്കരെ പോകേണ്ടതിനാൽ രോഗപീഠകൾക്കിടയിലും ഈ വയോധികയ്ക്ക് വഞ്ചി തുഴയേണ്ടി വരുന്നു. തന്റെ ഭർത്താവിന് പറ്റിയ അബദ്ധത്തിന് ആരെയും കുറ്റപ്പെടുത്താനും അവർ ഒരുക്കമല്ല. എന്നിരുന്നാലും തങ്ങളുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കി സംസ്ഥാന സർക്കാരും അധികൃതരും സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് മല്ലികാമ്മയും കുടുംബവും. 20 വർഷമായി മല്ലികാമ്മയും കുടുംബവും ഈ ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. നിയമങ്ങളിലെ സാങ്കേതികതകൾ ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർ ഇവരുടെ ദുരിതത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത്. ക്യാമറമാൻ സംഗീത് പാലാഴിക്കൊപ്പം ചിത്രേഷംസി, ACV ന്യൂസ്, തൃശൂർ.